ഹലോ +1 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ഇത് നിങ്ങളുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ എന്താണ് 15 ഡിസംബർ 15 നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് 15 തീയതിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ കൺമുൻപിൽ ഇനിയുള്ളൂ. ഓക്കെ, ഇനിയും ഒന്നും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങുക. നിങ്ങളെ കൊണ്ട് സാധിക്കും, പ്രശ്നമൊന്നും ഇല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനെ നിങ്ങൾ ലാഘവത്തോടെ കാണാതിരിക്കുക. ഓക്കെ, അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് ഏത് സബ്ജക്റ്റ് എടുത്താലും എന്താണ് നമുക്ക് അതിൻ്റെ ഓണം എക്സാമിൻ്റെ പോർഷൻസും നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ അത്രയും ഒരു ബേർഡൻ കുറഞ്ഞു കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോഴേ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫൈനൽ എക്സാമിലേക്ക് വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എപ്പോഴും ഞങ്ങൾ എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, യെസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് എക്സാമിനെ കുറിച്ച് പറയാനാണ്. ഓക്കെ, എക്കണോമിക്സ് എക്സാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് കുറച്ചധികം ചാപ്റ്റേഴ്സ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതേപോലെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് 2 പേപ്പേഴ്സ് ഉണ്ട് എക്കണോമിക്സിൽ തന്നെ. ഓക്കെ, അപ്പം ആ ഒരു ഇത്രയും ചാപ്റ്റേഴ്സ് ഉള്ളത് കാരണം ഏത് ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് പറയാനായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൻ്റെ എക്സാം വരുന്നത് 19 ഡിസംബറിലാണ്. ഡിസംബർ 19 നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാം വരുന്നത്. ഓക്കെ, എക്കണോമിക്സിൽ നമുക്ക് മൊത്തത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന്, അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 7 ചാപ്റ്റേഴ്സാണ്. പിന്നെ എന്താണ് നമ്മുടെ 5 ചാപ്റ്റേഴ്സ്, അതായത് ഓണം എക്സാമിന് പഠിച്ച 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ആകെ ടോട്ടൽ 12 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ എക്കണോമിക്സിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, 12 ചാപ്റ്റേഴ്സ്, 12 പാഠങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റിൻ്റെ ചാപ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ എന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വെയിറ്റേജും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു എന്താണ് നമുക്ക് മൊത്തത്തിൽ 12 ചാപ്റ്റേഴ്സ് ആണല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററാണ്, 2 മാർക്സിനുള്ള വെയിറ്റേജ് ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കളക്ഷൻ ഓഫ് ഡേറ്റ, രണ്ടാമത്തെ ചാപ്റ്ററാണ്. 7 മാർക്സ് വരെ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാമിൻ്റെ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 7 മാർക്സിനുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല, പക്ഷേ എങ്കിലും ചോദിക്കും ഒരു 5 മാർക്സിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് എന്താണ് തേർഡ് ചാപ്റ്ററാണ് എന്ത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്സിനുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇന്ത്യൻ എക്കോണമി എന്താണ് ഇന്ത്യൻ എക്കോണമി നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് അല്ലേ. ചെറിയൊരു ചാപ്റ്ററാണ്, വെയിറ്റേജും കുറവാണ്, 3 മാർക്സിനുള്ള വെയിറ്റേജേ ഉള്ളൂ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ചാപ്റ്ററാണ് എന്ത് ഇന്ത്യൻ എക്കോണമി 1950 to 1990. എത്രയാണ് 4 മാർക്സിനുള്ള വെയിറ്റേജ് ആണുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് ഡേറ്റയും അതേപോലെ ഇന്ത്യൻ എക്കോണമി 1950 to 1990 ഈ ഒരു ചാപ്റ്റേഴ്സിന് കുറച്ചധികം നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുക. കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു പോർഷനിൽ നിന്ന് പഠിക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി എന്താ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ആണ്. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് എന്താ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയും ഉണ്ട്, അതേപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സേ പഠിക്കാനായിട്ടുള്ളൂ. 2നും എന്താണ് 8 മാർക്സിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് 2. ഓക്കെ, ഇനി ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈസിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ എസ് എ ക്വസ്റ്റൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. 6 മാർക്സ് വെയിറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ് നമ്മുടെ ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് തന്നെ 8 മാർക്സിൻ്റെ ക്വസ്റ്റൻ അവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം നമുക്കറിയാം എന്താണ് ബാക്കി ചാപ്റ്റേഴ്സ് ഇല്ലല്ലോ, ഫൈനൽ എക്സാമിൻ്റെ പോർഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു വെയിറ്റേജ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്ററാണ് എന്ത് പോവേർട്ടി എന്ന് പറയുന്നത്. അതും എന്താണ് 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അടുത്താണ് എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. 4 മാർക്സിന് വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. 5 മാർക്സ് വരെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം, നമ്മുടെ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ. പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് അതും എന്താണ് 5 മാർക്സിന് വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്ററാണ് എന്ത് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന ചാപ്റ്റർ. 3 മാർക്സിന് വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ അത്ര ലെങ്തി ആയിട്ടുള്ള വലിയ ചാപ്റ്ററും കാര്യങ്ങളും ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എന്താ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓണം എക്സാമിൻ്റെ 5 ചാപ്റ്റേഴ്സും ഉണ്ട്, ക്രിസ്മസ് എക്സാമിൻ്റെ 7 ചാപ്റ്റേഴ്സും ഉണ്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് എത്രയാണ് 12 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ? കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതേപോലെ എന്താണ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, പിന്നെ പോവേർട്ടി. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, എസ് എ ക്വസ്റ്റൻ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ LPG ന്ന് എന്തായാലും ഒരു എസ് എ ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. ഓക്കെ,
ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കാം. ചിലപ്പോൾ ലിബറലൈസേഷൻ മാത്രമായിട്ട് ചോദിക്കാം, ലിബറലൈസേഷൻ ഏതൊക്കെ സെക്ടേഴ്സിൽ അത് കാര്യമായിട്ട് അഫക്ട് ചെയ്തെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 3 എണ്ണമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നുള്ളതാണ് നമ്മുടെ പോവർട്ടി ചാപ്റ്ററിലെ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ. ഇതും എന്താണ് 8 മാർക്സിനായിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് ഇതൊരു പാർട്ടായിട്ട് തന്നിട്ട് ബി പാർട്ടിൽ ക്രിട്ടിക്കലി അതിൻ്റെ ലിമിറ്റേൻ എഴുതാനായിട്ടും ചോദിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിന്ന് മീൻ, മീഡിയൻ ആൻഡ് മോഡ് കണ്ടുപിടിക്കാനായിട്ട് വരാം, ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും. പിന്നെ ഇടയ്ക്ക് വരുന്ന സംഭവമാണ് നമ്മുടെ ഒജീവ് കാണാനും നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് എക്കണോമിക്സിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പഠിച്ചു തുടങ്ങാത്തവർ ഇനിയെങ്കിലും പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ്.